നമസ്കാരം, ഞാൻ ധന്യ. സേഫ് ട്യൂഡ് കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലുള്ള നമ്മൾക്ക് ഏവർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള നമ്മളെ അസംകുട്ടിയാക്കിയാണ്. അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്നത് ചൊരക്കയാണ്. ചൊരക്ക കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇത് കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ചൊരക്ക പന്തലിൽ കയറ്റുന്നതാണോ അല്ലെങ്കിൽ താഴത്ത് പടർത്തുന്നതാണോ നല്ലത് എന്നുള്ളത് പലവരുടെയും ഒരു സംശയമായിരിക്കാം. ഇതിൽ ഏതിലാണ് കൂടുതൽ വിളവ്, അല്ലെങ്കിൽ ഇതിന്റെ ഏതൊക്കെയാണ് പോസിറ്റീവും നെഗറ്റീവായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ അനുഭവസ്ഥൻ എന്നുള്ള നിലയിൽ നമുക്ക് അസംകുട്ടിയാക്കനോട് തന്നെ ഈ കാര്യം ചോദിച്ചറിയാം. ഇനി നമുക്ക് തീരുമാനിക്കാം ഇത് പന്തലിൽ കൃഷി ചെയ്യണോ അതോ താഴത്ത് ഇതിനെ വളർത്തണോ എന്നുള്ളത്. അപ്പൊ എന്തായാലും സമയം കളയണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത് കൂടുതല് ഉൽപാദനത്തിന്റെ കൂടുതൽ മുരട് കുറച്ചിട്ട് വള്ളി അട്ടിപ്പടക്കാതെ നമ്മൾ എത്ര കണ്ട് കരുതണോ അതിനനുസരിച്ചാണ് കായ കൂടുതൽ ഉണ്ടാകുക. അതേപോലെ തന്നെ കുറച്ചൊരു പൊന്തി സ്ഥലത്തേക്ക് ഇങ്ങനെ താഴ്ഭാഗത്ത് നിന്ന് കയറി പോണ ഒരു സംവിധാനമാണെങ്കിൽ നല്ല കായ ഉണ്ടാവും. അതിന് നിലത്ത് ഈ പന്തലിന്റെ ഇരട്ടി കിട്ടും. അടിയിൽ കുഴിച്ചിട്ട് ഇങ്ങനെ ഉയരമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ വള്ളി കയറി പോണ ഒരു സംവിധാനമാണെങ്കിൽ ഈ പന്തലിന്റെ ഇരട്ടി കായ്ക്കും. പിന്നെ പന്തൽമേല് എത്ര കണ്ട് പടക്കും, നമ്മൾ എത്ര കണ്ട് വളം ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഓഫ് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പന്തൽ എല്ലാം വിസ്തൃതി കൊടുക്കണം. ഇതിപ്പോ നമ്മൾ 6 മീറ്റർ പന്തലിട്ടത് പരിധി കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ഇനിയിപ്പോ ഞാൻ കണ്ടത് ഈ തല താഴത്ത് മുട്ടിയിട്ട് ഇത് കണ്ടത് ഇനിയിപ്പോ എന്താ വെച്ചാല് പന്തൽമേക്ക് അങ്ങോട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല, അത് കായ്ക്കൂല. അപ്പൊ ഈ വള്ളി ഇങ്ങനെ താഴത്ത് കൂടെ ഈ കണ്ടത്തിൽ കൂടെ പന്തൽമേൽക്ക് കയറിയ വള്ളി അവിടുന്ന് ഇറങ്ങി വന്നിട്ട് വീണ്ടും താഴത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ പടക്കണ തല മണ്ണ് തട്ടിയതിന് ശേഷം ഈ കമ്പിന് മണ്ണിട്ട് കൊടുത്താൽ ഇവിടെ വേറെ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ഏകദേശം ഒരു 1000 തലയോളപ്പം നമ്മൾ പന്തൽമെന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടത്തിലേക്കാണ് പടത്തിയിട്ട് അത് നോക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പന്തൽമ കൊണ്ടില്ല, കാരണം 10-12 മീറ്റർ പന്തലിടുന്ന ശരിക്ക് കരുത്തുള്ള ഒരു മരട് ചിരങ്ങക്ക്. അതിന് നമ്മളിവിടെ 6 മീറ്റർ ഇട്ടിട്ടുള്ളൂ. 6 മീറ്റർ കഴിഞ്ഞ് 6 മീറ്റർ താഴേക്ക് തൂങ്ങിപ്പോയി വള്ളി. ഇനിയിപ്പോ വള്ളി കണ്ടത്തിൽ കൂടെ നേരെ വിടാനുള്ള സംവിധാനം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ പച്ചക്കറികളിൽ ഈ പറഞ്ഞ പോലെ തണ്ണിമത്തൻ, അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കൂടുതലുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചൊരക്കൊക്കെയാണ്. 1 ഏക്കറിൽ ഏകദേശം ഒരു 20 ടണ്ണോളം നമുക്ക് കിട്ടുമോ? ഓക്കെ. ഒരു ഏക്കറിൽ നമുക്ക് എങ്ങനെ പോലും ഒരു 20 ടണ്ണ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് വിളവിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നോക്കി നിക്കലെയാണ് നമ്മൾ ചൊരക്കി വലുതാവുക. അപ്പൊ ഈ പറഞ്ഞ പോലെ കൂടുതൽ വിളവെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. മരട് പറയണം, മരട് കൂടുതൽ വെച്ചാണ്ട് എല്ലാം കൂടി വളം ചെയ്ത് എല്ലാം കൂടി ആട്ടി പടന്ന് കയറി എല്ലാം കൂടി തീരെ കായ്ക്കില്ല. അതിന് നമ്മൾ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടും. ഏകദേശം ഒരു 8 മീറ്റർ ഒരു 3 മരടിന്റെ കുഴിന്ന് 8 മീറ്റർ എടുത്തതിന്റെ ശേഷം പിന്നെ അതിന് ആ 8 മീറ്ററിന്റെ ക്യാപ്പ് വേണം. അതൊരു 20 മീറ്റർ വരെ അങ്ങോട്ട് പടക്കണ തല പോണ സ്ഥലത്തേക്ക് അതും ഒഴിവ് കൊടുക്കണം. അപ്പോഴേ 100% നമ്മൾ വിചാരിച്ച ടെണ്ണ ആദ്യം കണക്കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. അതിനൊക്കെയുള്ള സംവിധാനം ആദ്യം ഒരുക്കിയെങ്കിലേ ടെണ്ണ നമുക്ക് പറിക്കാം. അതായത് ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഓരോ വിളകൾക്ക് നമ്മൾ കൃത്യമായ അകലം പറയുന്നുണ്ട്. ആ അകലം പാലിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ 100% വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇനി എങ്ങനത്തെ കൃഷി ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കർഷകർ എന്ന നിലയിൽ നമ്മൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ 100% ഉപകാരപ്രദമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമയം കളയണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അസംകുട്ടിയാക്ക, നമ്മളെ ഈ പന്തലില് ചൊരക്ക അതുപോലെ കുക്കുംബർ ഇതൊക്കെ നമ്മൾ പന്തലിലും കൃഷി ചെയ്യാം, നമുക്ക് താഴത്തും കൃഷി ചെയ്യാം. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറഞ്ഞേ. വ്യത്യാസം എന്ന് പറഞ്ഞാല് പന്തലിലാണെങ്കിൽ ചിരങ്ങൊക്കെ ഒന്ന് മുടിച്ചിട്ട് മറ്റന്നാളാകുമ്പോഴേക്ക് നല്ല സൈസ്, നല്ല ലെവല്, ഒരു വളവും തിരുവൊന്നുമില്ല, നല്ല സൈസ് ആയിട്ട് പന്തലിൽ ഈ രൂപത്തിൽ നീളത്തിൽ ചായുമ്പോഴേക്ക് തന്നെ വണ്ണം കൂടാതെ നീളം വരും. ഇങ്ങനെ വരികയാണ്. അത് നിലത്താണെങ്കിൽ ഈ ഇവിടെ കുറച്ച് വണ്ണം കൂടിയിട്ട് ഇവിടെ വേറെ വണ്ണം, സെന്ററിൽ വേറെ വണ്ണം, ഒരു വലിയ ഇതിപ്പോ 50 കായ നമ്മൾ പറിച്ചെന്ന് വെച്ചാല് 50 കായും പന്തൽ ചിരങ്ങ ഒരേപോലെ ഉണ്ടാവും. അതേപോലെ നിലത്ത് കിടത്തി കിട്ടില്ല. പിന്നെ വീരിനതും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളൊരു ഏരിയന്ന് പന്തൽമേൽ ഇപ്പൊ 100 കിലോ പറിക്കുന്ന ഏരിയ നിലത്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 കിലോ പ്രതീക്ഷയാണ്. വിളവ് കുറവാണ്, വളരെ കുറയും. പക്ഷെ പന്തലിലാവുമ്പോ അത് ശരിക്കും ഈ കാറ്റ് 2 ഭാഗത്തുനിന്നും കാറ്റ് തട്ടുന്നതും നല്ല സ്വസ്ഥതയിൽ അവർക്ക് ഇങ്ങനെ ആ അന്തരീക്ഷത്തിൽ നിൽക്കണ മാതിരി ഇങ്ങനെ നിൽക്കാനൊക്കെ സൗകര്യമുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കൂടുതൽ കിട്ടും എങ്ങനെയെന്നറിയോ, ഭൂമി ചെരിഞ്ഞ ഭൂമിയാവണം. അടിയിൽ കൈ പിടിപ്പിച്ചിട്ട് ഈ ചെരിഞ്ഞ സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറി പോകണേ അടിച്ച് കായ്ക്കും, കണക്കല്ലാതെ കായ്ക്കും, പന്തലേറെ കായ്ക്കും. അപ്പൊ ചിലർ പറയും നമുക്കൊക്കെ നിലത്ത് വളർത്തിയിട്ട് നല്ല കിട്ടിയല്ലോ. അതെന്താണ്, കുറഞ്ഞൊരു ചെരിവ് പടക്കുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് ഉയരം കൂടുതലാണെങ്കിൽ അടിച്ച് മുന്നിൽ പോകും വള്ളി, നല്ല പലകായുണ്ടാവും, പന്തലേറെ കിട്ടും. ഇതൊരു 4 മാസമാണ് പന്തലിൽ നിൽക്കണതെങ്കിൽ മണ്ണിൽ പടർത്തുകയാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ നാള് വിളവ് കിട്ടൂലേ? മണ്ണിൽ ഏകദേശം 1.5-2 മാസം വരെ കൂടുതൽ കിട്ടും. പന്തലിനേക്കാളും കൂടുതൽ കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ വിളവ് പകുതിമേലേക്ക് പോരും, വിളവ് കുറവായിരിക്കും.
10 പറി ഇപ്പൊ നമ്മൾ പന്തൽമെന്ന് പറിക്കണേന് 20 പറി ഇറക്കണം. അത്ര തൂക്കം നമുക്ക് അത്ര മരടുമെന്ന് താഴത്തുനിന്ന് കിട്ടണമെങ്കിൽ നമുക്കൊക്കെ ഒരു ഏകദേശം ഒരു ചിരങ്ങാന്ന് പറഞ്ഞാല് ചിരങ്ങൊക്കെ ഇപ്പൊ പന്തൽ കൃഷിയാണെങ്കിൽ ഒരു മരടുമെന്ന് 200 കിലോ നമ്മൾ പറിക്കും. ഒരു മരത്തിന് ഒരു തൈക്ക് 200 കിലോ പറിക്കും. ഒരു തൈമെന്ന് 200 കിലോ പന്തൽ ചിരങ്ങ സുഖമായിട്ട് പറിക്കാം. പന്തലും ഒരു കടയുമെന്ന് 200 കിട്ടും. അതെ മണ്ണിലാണെങ്കിൽ 100 കിലോ 100 കിലോ പ്രതീക്ഷിച്ചാൽ മതി ഞാൻ പറഞ്ഞത്. പിന്നെ ഏരിയ കണക്കായ നീർവാർച്ചുണ്ടായ ഈ വള്ളിന്റെ ഇതിന് കണ്ണീന്ന് വേരിറങ്ങുക, ഈ വേരിറങ്ങാൻ വേര് പിടിക്കാനുള്ള ഈർപ്പമൊക്കെ നിലക്കണ മണ്ണൊക്കെ ആണെങ്കിൽ നല്ലോണം ഉണ്ടാവും. പക്ഷെ ആണ് പടന്ന് അവിടെ ഈർപ്പമില്ലാത്ത മണ്ണാണെങ്കിൽ വേരിറങ്ങില്ല. ഇപ്പൊ വാഴക്കാലായിലേക്കൊക്കെയാണ് ഇത് ചെന്നാണ്ട് കയറിയത് നല്ല വളാംശമുള്ള സ്ഥലത്ത് നീർവാർച്ചുള്ള സ്ഥലത്ത് അത്യാവശ്യം ഈർപ്പുള്ള സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ ഇത് കമ്പടത്തോട് കമ്പടം വെച്ചിട്ട് പന്തൽ ഏറെ വരുമാനം കിട്ടുമോ? പക്ഷെ വള്ളിയിൽ ഇറങ്ങണ വേരിന് ഈർപ്പുള്ള സ്ഥലമാണെങ്കിൽ ആ വേര് ശരിക്കും ഭൂമിയിൽ കറങ്ങി അവിടുന്ന് വളം പിടിക്കും. അതിനനുസരിച്ച് അവിടുന്ന് കമ്പടത്തുമ്പോൾ വേറെ കമ്പടം പൊട്ടും. ഈ കമ്പടം പൊട്ടുന്നതിലാണ് കായ ഉണ്ടാകുക. അല്ലാതെ നേരിലുള്ള വള്ളി പോണേമേലെല്ലാം ചെറുങ്ങ് കഴിക്കുന്നത്. കമ്പടം പൊട്ടിയിട്ട് ആ കമ്പടത്തുമ്പോൾ വീണ്ടും ഒരു കമ്പടം കൂടി പൊട്ടിക്കാൻ കഴിയുകയാണെങ്കിലോ കായോട് കായക്കാരം. അതിന് വളമി വേണം, നല്ല ഈർപ്പുള്ള ഏരിയ ആണം, 100% സൂര്യപ്രകാശം കിട്ടുന്നതാണ്, വള്ളി അട്ടിക്ക് പടക്കാതെക്കണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ ചെറുങ്ങ 200 കിലോ ഒരാളെ ഒരു ചെറുങ്ങനെ വെട്ടി വെച്ചിട്ടാണ് എനിക്കാകെ 3 കിലോ കിട്ടിയതാണ് ഇന്നെ കുറ്റപ്പെടുത്തിയ കാര്യം ഉണ്ടാവില്ല കേട്ടോ. അതിന് എന്ത് വേണമെച്ചാല് കൊടുക്കാനുള്ള അടിവളം ആദ്യം കൊടുക്കണം, പരിചരണം ചെയ്യണം, കീടങ്ങൾ വരാതെ സൂക്ഷിക്കണം, പടക്കുന്ന സ്ഥലത്ത് നല്ല സൗകര്യമായിരിക്കണം, പുല്ലും ചെണ്ടും കാടുണ്ടാകരുത്, ഈർപ്പുള്ള സ്ഥലത്തേക്ക് വള്ളി പടർത്തണം. അതിന് പ്രതിരോധമുള്ള രൂപത്തിൽ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ അതിന് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് നല്ല ആരോഗ്യമുള്ള ചെടിയൊക്കെയാണ് ചെറുപ്പത്തിലെ ആ ചെടിനെ കൊണ്ടുവരണം. വളർന്നൊരു ചെടിക്ക് നിങ്ങൾ കുറെ വളം ചെയ്തിട്ട് ആ ചെടി നേരെ വരില്ല. ചെറുപ്പത്തിലേ അതിനുള്ള വളങ്ങളൊക്കെ കൊടുത്ത് പ്രതിരോധ ശക്തിയോട് കൂടിയിട്ട് ആ വിത്തിനെ മുളപ്പിച്ചെടുത്തിട്ട് നല്ലൊരു കരുത്തുള്ള തയ്യിനെ അങ്ങോട്ട് വിടുമ്പോഴാണ് ഒരു വിത്തുമെന്ന് 200 കിലോ പറിക്കുന്ന പറഞ്ഞു കഴിഞ്ഞ് ആ വീഡിയോയിൽ അസംഖ്യമാകെ 200 കിലോ പറിച്ചില്ല നമുക്ക് ആ 2 കിലോയാണല്ലോ കിട്ടിയതെന്ന് പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തേണ്ട. ഈ പറഞ്ഞതിലൊക്കെ അതിനെല്ലാ പരിശ്രമങ്ങളും ചെയ്തെങ്കിലേ കിട്ടുള്ളൂ. അപ്പൊ അതുമല്ല ചെറുങ്ങയ്ക്ക് ഈ പറഞ്ഞ പോലെ മെയിൻ തണ്ടുമ്പോഴല്ല കായ ഉണ്ടാവുന്നത്. ഒരിക്കലും മെയിൻ തണ്ടുമ്പോൾ ഒരു കായ കഴിച്ചിട്ട് ആ കായ നേരായിട്ടുമില്ല. അതും വന്ന് പൊട്ടി വരുന്ന അടുത്ത ജില്ലയുമ്പോഴും വളാംശം കുറയാ, നമ്മളെ പരിചരണം കുറയാ, കീടങ്ങളെ ശല്യം ഉണ്ടാകുക. അപ്പോഴാണ് മെയിൻ വള്ളിമെന്ന് കായ്ക്കുക. മെയിൻ വള്ളിമെന്ന് കായ്ച്ചോ ആ വള്ളി പോയി എന്ന് കണക്കൂട്ടിക്കോളി. ശരിക്കും ചെറുങ്ങ നമുക്ക് ഈട് കിട്ടണമെങ്കിലും കൂടുതൽ പറി കിട്ടണമെങ്കിലും കൂടുതൽ വള്ളി നിലനിൽക്കണമെങ്കിലും ഒക്കെ എന്ത് വേണം? കമ്പടം പോയിട്ട് ആ കമ്പടത്ത് വന്ന് വേറെ കമ്പടം കണ്ട് പൊട്ടിക്കണം. അതിന് ആ വള്ളിക്കാണ് ആരോഗ്യം. ആരോഗ്യമില്ലാത്ത വള്ളിയാണോ ആ ഒരൊറ്റ തല മാത്രം പോകും കമ്പടം വെക്കാതെ. അതിന്മേൽ എവിടെയെങ്കിലും 1-2 കായ അയക്കും, ഒന്നും ചെയ്തു. ഇതല്ല, കമ്പടം അങ്ങോട്ട് പോയിട്ട് ആ കമ്പടത്ത് വന്ന് 2 സൈഡിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടും കമ്പടം. അതിന്മേലാണ് കായ ഒരു കണ്ണീന്ന് 2 എല്ലാ കണ്ണീന്നും കായും ഒക്കെ വരുമ്പോഴാണ് ചെറുങ്ങ പറിച്ചാ തീരാതെ. അതിനാണ് ഞാൻ പറഞ്ഞത് ഒരു മരുന്ന് 200 കിലോ. ശരിക്കും നമ്മൾ നിലത്ത് പടർത്തി അതിന് ഈ പറഞ്ഞ പോലെ വേര് വന്ന് അവിടേക്ക് ഈ പറഞ്ഞ പോലെ നല്ല വളവും കിട്ടുകയാണെങ്കിൽ നമുക്ക് പന്തലിനേക്കാൾ കൂടുതൽ വിളവ് കിട്ടൂലേ? പന്തലിന്റെ 3 ഇരട്ടി വിളവ്. അത് നല്ല ഈർപ്പുള്ള ഏരിയയാണ്, വളമുള്ള ഏരിയയാണ്. ഈ കുഴിന്ന് പിടിക്കാൻ കിട്ടുന്നതിന്റെ ഏകദേശം അതിന്റെ ഒരു നല്ലൊരു ശതമാനം അവിടുന്ന് ഈ വേര് ഇറങ്ങുന്നോടത്തുനിന്നും പിടിക്കാൻ കിട്ടുകയാണ് ആ ചെടിക്കുന്നുണ്ടെങ്കിൽ ആ ചെടി വളരണേനും അത് കായ്ക്കണമെങ്കിൽ യാതൊരു കണക്കുണ്ടായാലും മാത്രമല്ല ഏകദേശം 2 മാസം വരെ അതേ കായ കുറയാതെ വരുമാനം ആ വള്ളിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതായത് സാധാരണ പന്തലിൽ ഇപ്പൊ ഒരു കടമെന്ന് 200 കിട്ടുകയാണെങ്കിൽ നല്ല വളക്കൂറുള്ള നല്ല ഈർപ്പവും വളമുള്ള ഒരു ഭൂമിയിലാണ് താഴ്ത്ത് പടത്തുന്നെങ്കിൽ 200-ന് പകരം ഒരു 400 വരെ കിട്ടാൻ സാധ്യത. 400-500 ഒക്കെ പോകും. 500 വരെ ഒരു കടമെന്ന് കിട്ടും. അതിനനുസരിച്ച് ഇതിപ്പോ നല്ല മണ്ണാണ്. ഇപ്പൊ നമ്മൾ ഈ നിലത്ത് പടത്താൻ ഞാൻ ഈ പാകി വെച്ചിരുന്നൊക്കെ പറഞ്ഞു നല്ല ഏത് സമയത്തും നമ്മൾ നനക്കണതിന്റെ അപ്പുറത്തും ഓർക്ക് ആവശ്യമുള്ള ഈർപ്പം കിട്ടും, വളാംശം കിട്ടും. അവിടെക്കാണ് പടന്ന് വേറെ കേടുകളൊന്നും വന്നില്ലാന്നുണ്ടെങ്കിൽ പിന്നെ പന്തലിനേലേറെ നല്ല ഏരിയ ആണെന്നുണ്ടെങ്കിൽ പന്തലിന് 3 ഇരട്ടി വരെ നമുക്കൊക്കെ പറിക്കാൻ കിട്ടും. അതായത് ഒരു കടയുമെന്നാണ് ഈ പറഞ്ഞ പോലെ താഴ്ത്ത് പടർത്തി നല്ല വളക്കൂറുള്ള സ്ഥലമാണെങ്കിൽ 500 കിലോ വരെ കിട്ടുന്ന നമ്മളോട് അസംകുട്ടിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പന്തലുമ്പോഴാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു 100 കിലോ പറിക്കുമ്പോൾ നമുക്ക് മാക്സിമം പോയാൽ ഒരു 10 കിലോ മാത്രമേ തിരിവ് വരുള്ളൂ, അതായത് ഒരു സെക്കൻഡ് ഗ്രേഡ് വരുള്ളൂ. പക്ഷെ നമ്മൾ താഴ്ത്താണ് ചുരക്കി കൃഷി ചെയ്യുന്നതെങ്കിൽ 100 കിലോ കിട്ടുമ്പോൾ എത്ര കിലോ വരും തിരിവ് അസംകുട്ടിയൊക്കെ? 100 കിലോ താഴത്താണെങ്കിൽ 30 കിലോ ഡാമേജ് ആയിക്കാരോ? 30 കിലോ എന്തായാലും തിരിപോകും. അത് എന്തെങ്കിലും കോട്ടും പിരിയും മൂട് അങ്ങോട്ടായതും പിന്നെ ഞെട്ടിന്റെ ഇവിടെ വണ്ണം കുറഞ്ഞിട്ട് ഇതിപ്പോ പന്തൽമേലൊക്കെ അതാ ഇതേ വണ്ണം ഇതേ പടി കടയും തലയോ ഒന്നും ലെവലുണ്ടാവും. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ ചെറുങ്ങയുടെ കഥ പറഞ്ഞല്ലോ, പന്തലും കൃഷി ചെയ്യണമെങ്കിൽ 100-ന് 10 മാത്രമേ തിരിവ് വരുള്ളൂ. നമ്മളിപ്പോ ഇത്രയും നോക്കിയതിന് ശേഷം ആകെ ഒരു കായാണ് ഇപ്പൊ വളവ് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ലെവലായിരിക്കും. അപ്പൊ അത് മാത്രമല്ല നമ്മളൊരു 2-3 പറിയൊക്കെ കഴിയുമ്പോ ഈ പറഞ്ഞ പോലെ
വെജിറ്റബിളിനുള്ള മൈക്രോന്യൂട്രിയന്റ് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയുള്ള ഈ വളവും തിരിവും ഇതിന്റെയൊക്കെ ഈ പറഞ്ഞ പോലെ ചിരങ്ങയുടെ തൊലിയുമുള്ള കട്ടിപ്പൊക്കെ നമുക്ക് കുറച്ച് നല്ല എല്ലാതും ഒരു പരിധി വരെ ഫസ്റ്റ് ഗ്രേഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിന്റെ ഉൽപാദനം കൂടുതൽ നമ്മൾക്ക് എന്തായാലും ഉണ്ടാവുന്നത് താഴ്ത്തു പടർത്തുന്നതിനായിരിക്കും. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഗുണനിലവാരം കുറവായിരിക്കുള്ളൂ, കൂടുതൽ വിളവ് കൂടുതലായിരിക്കും. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഗ്രേഡ് സാധനമൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ പന്തലുമ തന്നെ കൃഷി ചെയ്യണം. അതല്ല കൂടുതൽ ഉൽപാദനമാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് തന്നെ പടർത്താം. അപ്പൊ എന്തായാലും ശരിയല്ല സോണിയൊക്കെ? അത് എക്സ്പോർട്ടിങ്ങിന് പറ്റുന്ന ആയ പന്തൽമി നമുക്ക് കറക്റ്റ് ഡെയിലി പറിക്കുന്നതാണ് എക്സ്പോർട്ടിങ്ങിന് പോവുക. അപ്പൊ ഡെയിലി എത്രയാണ് നമ്മൾ വലിപ്പം കണക്കാക്കുന്നത്? ഇപ്പൊ ഈ വലിപ്പത്തിലാണെങ്കിൽ ഈ വലിപ്പത്തിൽ പറിക്കുക, ഇതിലാണെങ്കിൽ ഇതിൽ പറിക്കുക, ഇത് ഇപ്പൊ നമ്മൾ കടയിൽ കൊടുക്കുക, ഈ വലിപ്പമായിട്ട് പ്രശ്നമില്ല, ഇതിൽ പറിക്കുക. അപ്പൊ പന്തലായാലും നമുക്ക് സൈസ് നോക്കിയാണ്ട് എക്സ്പോർട്ടിങ്ങിന്റെ കോളിന് അന്നത്തെ ആവശ്യത്തിന് ആ പന്തൽ തടയാത്തൊരു പന്തലാണെങ്കിൽ അതിന്റെ ചോട്ടിൽ ഡെയിലി നടന്നിട്ട് എക്സ്പോർട്ടിങ്ങിന്റെ ആ ക്വാളിറ്റി മാത്രം ഇട്ടാൽ മതി, അതിന് നല്ല സുഖം ഉണ്ടാവും. പക്ഷെ താഴത്തായാലും ഒറ്റൊന്നും എക്സ്പോർട്ടിങ്ങിന് പോവില്ല. കാരണം അത് അടിഭാഗം ഒരു നിറവും മേൽഭാഗം വേറെ നിറവായിരിക്കും. ഈ നിലത്ത് കിടക്കുന്ന ഭാഗം വെള്ള നിറം വരും, ഈ മേൽഭാഗം പച്ചയും വരും. ഈ നിലത്തുണ്ടാക്കി അങ്ങനെ ഉണ്ട്, അത് എക്സ്പോർട്ടിങ്ങിന് പോവില്ല. എക്സ്പോർട്ടിങ്ങിന് ഇപ്പൊ ഈ സൈസ് കായാണ് വേണ്ടത്. ഇതാണ് ഇപ്പൊ എക്സ്പോർട്ടിങ്ങിന്റെ കായ എന്ന് പറഞ്ഞത്. ഇതിന്റെ എല്ലാ സ്ഥലത്തും ഒരു നിറം വരണം, ഒരു കോട്ടും പിരി ഉണ്ടായത്. ഇങ്ങനെ റെഡി ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക, പന്തൽമേല് എക്സ്പോർട്ടിങ്ങിന്റെ ആവശ്യത്തിന് കൊടുക്കാനേ പന്തൽ തന്നെ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ അത് മാത്രമല്ല, എക്സ്പോർട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് നമ്പർ 1 തന്നെയാണ്, ഗ്രേഡ് 1 തന്നെ പോവുള്ളൂ. അപ്പൊ അതുമല്ല 1 കിലോത്തിൽ താഴെ ആയിരിക്കണം. നമ്മൾ ഈ ചുരക്ക എന്ന് പറയുന്നത് നോക്കി നിക്കലെ വലുതാവുന്ന ഒരു സാധനമാണ്. മണിക്കൂറിന് വലുതാവും, ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കണ്ടെത്തിനാട് വലുതായിട്ടുണ്ടാവും. അതായത് നമ്മൾ ഇന്നിപ്പോ ചിരങ്ങി വലുതായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ പറിക്കേണ്ട കൂടുതൽ പോകേണ്ടതാണ്. നേരം വെളുത്ത് പോയാൽ ഇത്ര വൈകുന്നേരത്തിനാണെങ്കിൽ ഒരു കടക്കാരനും തേറ്റിരിക്കില്ല, മൂപ്പറിയിട്ടല്ല വലിപ്പ് വരിക കടക്കാർക്കും മടിയാ. അപ്പൊ അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ പൂ വിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര ദിവസം നമുക്ക് പറിക്കാം? പൂ വിരിഞ്ഞ് ഒരു 8ാമത്തെ ദിവസം കായ പറിക്കും. 8ാം ദിവസം പറിക്കും. അപ്പൊ അതായത് നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കായ വലുതാവുന്നത്. നമ്മൾ ഈ പറഞ്ഞ കുക്കുംബറിനാണെങ്കിലും ഈ പറഞ്ഞ ചുരക്കാണെങ്കിലും സമയം കളയാൻ തീരെയില്ല. കർഷകൻ ഈ പറഞ്ഞ പോലെ പശുവിനെയൊക്കെ വളർത്തുന്നത് പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തായാലും പശുവിനെ വളർത്തുന്ന പോലെ 2 നേരം വരണ്ടെങ്കിൽ പോലും ദിവസേന വന്ന് ഈ സാധനം നോക്കി വിളവെടുത്താൽ മാത്രമേ നമ്മൾക്ക് നല്ല ഒരു മാർക്കറ്റ് റേറ്റ് നമുക്ക് കിട്ടാൻ സാധിക്കുകയുള്ളൂ. 4ാമത്തെ ദിവസമാണ് കൊടുത്ത് ചേലാക്കിയത്, വെള്ളം കൊടുത്ത് ചേലാക്കിയത്. ആ 4ാമത്തെ ദിവസം തന്നെ കൊടുത്താൽ മതി. അതിൽ ഇന്ന് ഒഴിവുണ്ട് വിചാരിച്ചാണ് ഇന്ന് നനച്ചാൽ ചിരങ്ങ ആ മുടിച്ചിൽ അവിടെ നിൽക്കും. ചളിയാക്കിയാലും പിടിക്കൂല. ശരിക്കും നീർവാർച്ചയും കൊടുക്കണം, നീർവാർച്ചത്തിന് ശേഷം നനയും കൊടുക്കണം, നീർവാർച്ച കൊടുക്കണം, നന കൊടുക്കണം. നനയ്ക്കുക, നീർവാർച്ചയ്ക്ക് മണ്ണുണങ്ങിയാൽ വീണ്ടും നനയ്ക്കുക, ഇതേ പറ്റുള്ളൂ. അത് എത്രാമത്തെ ദിവസമാണ് നിങ്ങൾ വള്ളിനെ ശീലാക്കിയിട്ടുള്ളത്? ആ ശീലാക്കിയ രൂപത്തിൽ തന്നെ അവസാനം വരെ കൊണ്ടുപോയാൽ 100% ഒരു കേടുമില്ലാത്ത കായ അതേ ലെവലിൽ തന്നെ പറിക്കാം. ഈ കേട് വരുന്നതും കോട്ടം പിരിയും വരുന്നതും ഒക്കെ അധികം ചെറുങ്ങ വളന്തി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നനന്ന് പയച്ചിട്ടുണ്ടാവും. 5ാമത്തെ ദിവസം നമ്മൾ നനച്ച് ചേരാക്കിയത്, അത് 6ാമത്തെ ദിവസം നമുക്ക് നനക്കാൻ പറ്റില്ല, ഒഴിവുണ്ടായില്ല. 7ാമത്തെ ദിവസം നനക്കുന്നത് അന്ന് ഇത്ര മുടിച്ചിലൊക്കെ എന്തെങ്കിലും കുഴപ്പമില്ലാവും. കറക്റ്റ് 5ാമത്തെ ദിവസം നന വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം, രാവിലെ ആണെങ്കിൽ രാവിലെ. നിങ്ങൾ ആ കൊടുത്തീന സമയം കണക്കാക്കുക, ആ കൊടുത്തീന ദിവസം കണക്കാക്കുക, അങ്ങനെ നനച്ചു നോക്കി 100% വിജയമായിരിക്കും. ജൈവവളത്തിന് കൂടുതൽ മുൻഗണന കൊടുത്താൽ ഇതാണ്, ഒരുപാട് പറി ഇറ കിട്ടും. 10ഓ 12ഓ 15ഓ വള്ളിന്റെ ആരോഗ്യത്തിനനുസരിച്ച് ജൈവവളത്തിലാണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് എങ്കിൽ 10ഉം 15ഉം പറി വരെ നമുക്ക് ഈ വള്ളിനെ അതേ ആരോഗ്യത്തിൽ തന്നെ കൂടുതൽ ലാസ്റ്റിക്ക് പറി ഈട് കിട്ടുന്ന സംവിധാനത്തിൽ കൊണ്ടുപോകാൻ കഴിയും. തൈ മുതലേ നമ്മൾ കറക്റ്റ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ കൃത്യമായ ഈ പറഞ്ഞ പോലെ ജൈവവളത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ രാസവളവും ചേർക്കാം. പക്ഷെ രാസവളം നമ്മൾ കൂടുതൽ ചേർക്കരുത്. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ചുരങ്ങിയൊന്നും അല്ല, എല്ലാ വിളകൾക്കും നമ്മൾക്ക് കൂടുതലായിട്ട് പറി കൂട്ടി കിട്ടുള്ളൂ. അപ്പൊ അതിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് ഈ പറഞ്ഞ നനയും കൂടി നമ്മൾ കൃത്യമായ ഇടവേളയിൽ, അതുപോലെ ഈ പറഞ്ഞ പോലെ ഏത് വളങ്ങളാണെങ്കിലും കൊടുക്കുന്നതിന് നിശ്ചിതമായ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടും എന്ന് തന്നെയാണ് നമ്മളോട് അസംകുട്ടിയാക്കുക. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ പഴമയിലേക്ക് തിരിച്ചു പോകണ്ട. പക്ഷെ എന്നാലും നമ്മൾ ഈ പഴമയോടൊപ്പം തന്നെ പുതുമയും കൂടി മിക്സ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മളെ കൃഷിയിൽ ഈ പറഞ്ഞ പോലെ ഈ ചെടികൾക്കൊക്കെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വിളവ് കൂട്ടി കിട്ടാനും നമുക്ക് സഹായിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ടുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾക്ക് അതൊന്നും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതൊക്കെ നമ്മളെ കൃഷിയിലും നമ്മൾക്ക് ഉൾപ്പെടുത്താം. അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച അസംകുട്ടിയോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. അപ്പൊ വീഡിയോയുടെ പോസിറ്റീവും നെഗറ്റീവായ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം.